ചിരമഭയമീ ഭവനം ഭവനം. ആദ്യം കൺഫ്യൂസിങ് ആയിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം ഇവന് വർക്കാവില്ല, പിന്നെ നമുക്കും അപ്പോഴാണ് മനസ്സിലായത് നമ്മളെ കൊണ്ട് ഇത് പറ്റും. No, he actually hates my singing. എന്നെ പാട്ട് പാടാനേ സമ്മതിക്കത്തില്ല. വണ്ടിയിൽ പോകുമ്പോ കോൺഫിഡൻസ് അല്ല, ഷോക്കിംഗ് ആയിപ്പോയി. അകലങ്ങളിൽ അലയുമ്പോഴും കതിരോലത്തേരിൽ നാടൊന്നു കാണാൻ പോകാം. മറ്റാരും കാണാതെ പുഴയോടും ചൊല്ലാതെ നേരത്തെ കാലത്തെ പോകാം. ഏലേ ലേ 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 ഏലേ ലേ 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 ഏലേ ലേ 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 ഏലേ ലേ ലേ ലേ. അഞ്ചുസുന്ദരികളിലെ ഈ പാട്ടിൽ ആണ് നിങ്ങൾ ആദ്യമായിട്ട് ഒരുമിക്കുന്നത്. ഈ ആദ്യമായിട്ട് രണ്ടുപേരും ഒന്നിച്ചൊരു ട്രാക്ക് ചെയ്യാം എന്ന് തീരുമാനിക്കാൻ കാര്യമുണ്ട്? അത് കാരണം നമ്മള് സിനിമയുടെ ആദ്യത്തെ ട്രാക്കാണ് അത്. നമ്മൾ അതിന് മുമ്പേ ഈ ബാൻഡിനുമായിട്ട് പിന്നെ നമ്മുടെ ഒരു ഡ്യുവോ എന്ന് പറഞ്ഞ രീതിയിൽ കുറെ ട്രാക്സ് ഇതുവരെ ഇറക്കാത്ത കുറെ ട്രാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നമുക്ക് ഒരു യോജിപ്പ് ഉണ്ടായിരുന്നു. ഫോക്ക് നാടൻ മെലഡീസ് പാടുന്നു, പക്ഷെ ഭയങ്കര മോഡേൺ ഇലക്ട്രോണിക് പ്രൊഡക്ഷൻ. അത് ചെയ്തായിരുന്നു, ഒരു 5-6 ട്രാക്ക് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തില്ല. പക്ഷെ അത് ഇറക്കിയില്ല. അപ്പത്തേക്ക് നമുക്ക് കുറെ ലൈവ് ഷോസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തില്ല. അതിന്റെ ഇടയിലാണ് അഞ്ച് സുന്ദരി പറഞ്ഞ സംഭവം വരുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെ സൈഡ് ലൈൻ ആയിപ്പോയി. റൊമാൻസിന്റെ ലെയർ ഇല്ലായിരുന്നു. വേറെ I think going out with we were all we both were dating different people. നേഹ ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും ഒക്കെ വന്ന ആളാണ്. വെസ്റ്റേൺ ആണ് കംപ്ലീറ്റ് ആക്സെന്റ് ചെയ്തത്. എല്ലാം നമ്മുടെ പഴയ വീഡിയോസിലും യാക്സിന്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പം ഈ മ്യൂസിക്കലി നിങ്ങൾ രണ്ടുപേരെയും കണക്ട് ചെയ്ത ഫാക്ടേഴ്സ് എന്താണ്? നേഹ യാക്സിനെയും I think the fact that we're different. അത് തന്നെയാണ് നമ്മളെ. എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത് കർണാട്ടിക്, ഹിന്ദുസ്ഥാനി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ, എനിക്ക് അറിവ് കുറവായിരുന്ന സ്ഥലങ്ങളും നേഹിക്കറിയായിരുന്നു. അപ്പം എനിക്കത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും, എന്തോ ഒരു യൂണിക് സംഭവം, നമുക്ക് യൂണിക് സൗണ്ട് എന്തോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. വെസ്റ്റേണും അല്ലെങ്കിൽ ഇലക്ട്രോണിക് പ്രൊഡക്ഷൻ മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും ആ സൈഡ് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതായിരിക്കും കണക്ട് ചെയ്ത്, ഈ ഡിഫറൻസ് ആയിരിക്കും കണക്ട് ചെയ്ത ഫാക്ടർ തോന്നുന്നു. അപ്പം അതിനുശേഷം അമൽനീരദിലേക്ക് കണക്ട് ചെയ്യുന്നതും, അമൽനീരദ് ഫഹദ് ഇത്രയും വലിയൊരു പ്രോജക്റ്റിലേക്ക് നിങ്ങളെ മ്യൂസിക് ചെയ്യാൻ വിളിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ ഏറ്റവും ജൂനിയർ ആൾക്കാർ. അപ്പൊ ഇപ്പൊ ആലോചിക്കുമ്പോ അതെന്തായിരിക്കും അതിന്റെ കാര്യം? അത് ഒരു ഐഡിയ അല്ല, അത് ഞങ്ങളും ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് പുള്ളി ഇതുപോലത്തെ ന്യൂ കമേഴ്സിന് വിശ്വസിച്ച് പുള്ളി എങ്ങനെ തന്നറിയില്ല. പക്ഷെ ഈ അഞ്ചുസുന്ദരികളുടെ വർക്ക് കണ്ടിട്ട് തന്നെയായിരുന്നു. അപ്പൊ അതില് പുള്ളിയുടെ ഫിലിം മാത്രം നമ്മൾ ചെയ്തില്ല, അമലേട്ടന്റെ. പുള്ളിയാണത് പ്രൊഡ്യൂസ് ചെയ്തത്, ഈ അഞ്ചുസുന്ദരികൾ. അപ്പൊ പുള്ളി ഫുൾ ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ പുള്ളിക്ക് സേതുലക്ഷ്മിയും ആമയും ഉള്ള വർക്ക് പുള്ളിക്ക് ഇഷ്ടമായിട്ടായിരിക്കാം. എന്തായാലും പുള്ളി ഒരു ദിവസം നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നപ്പം പുള്ളി ഇങ്ങനെ ചോദിച്ചു. അപ്പൊ നോക്കി എന്തായാലും ഓഫ്കോഴ്സ് അങ്ങനെ അങ്ങനെയാണ് നിങ്ങൾ ഫീച്ചർ ഫിലിം അങ്ങനെ ഇത് ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ അങ്ങനെ ഓർക്കുമ്പോ ആദ്യം വരുന്ന ഇയ്യോബിന്റെ പുസ്തകത്തെ പറ്റി ഓർക്കുമ്പോ വരുന്ന ഒരു ആദ്യത്തെ മെമ്മറി എന്ന് വെച്ചാൽ ആദ്യത്തെ പാട്ട് കമ്പോസ് ചെയ്തത് മാനയായിരുന്നു. ആദ്യം അത് സ്ക്രിപ്റ്റ് ജസ്റ്റ് കഴിഞ്ഞ സമയത്താണ് മാനെ നമ്മള് ഏറ്റവും ആദ്യം കമ്പോസ് ചെയ്യുന്നത്. അത് നമ്മള് ഏറ്റവും വെച്ചാണ് തോന്നുന്നു കമ്പോസ് ചെയ്തിട്ട് പുള്ളിക്ക് അയക്കുകയായിരുന്നു. അങ്ങനെ അത് ആ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ പുള്ളിക്ക് ഇത് ഓക്കെയാണ്, ഇനി നമുക്ക് ലിറിക്സിലേക്ക് പോകാം എന്നുള്ള
എല്ലാവർക്കും ഒരേ വൈബിൽ പെട്ടെന്ന് സെറ്റ്. അതിനാണ് എന്തോന്ന് Yeah. മെമ്മറി അതിന്റെ. Yeah. മാനേ മാനേ അഴകുള്ള പുള്ളിമാനേ നീരോടും മലയരികെ നിന്നെ കാണാനായി കാത്തു നിന്നേ മാനേ മാനേ അഴകുള്ള പുള്ളിമാനേ ആലപ്പൂ മണമുണർന്നേ നിന്നെ കാണാനായി കാത്തു നിന്നേ ചേലുള്ള മാനേ ഓ മാനേ ചേലുള്ള മാനേ അഴകുള്ള മാനേ. കുറച്ച് മുമ്പ് ഈ പാട്ട് കേൾക്കുമ്പോഴും ആ ഒരു എനർജി അതുമായി ഭയങ്കരമായിട്ടുണ്ട് അല്ലേ? കുറെ കാലം കഴിഞ്ഞിട്ടും ആൾക്കാരുടെ ഉള്ളിലെ പാട്ടുണ്ട്. അതെ. നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് എങ്ങനെയാണ് നോർമലി ഒരു ട്രാക്ക് ഉണ്ടാക്കുമ്പോൾ രണ്ടുപേരും എങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്താണോ ചെയ്യുന്നത്? അത് എന്താ പറയാ, ഓരോ സോങ് ഇതിന്റെ അനുസരിച്ച് genre- മാറിക്കൊണ്ടേയിരിക്കും. അപ്പം എന്താ പറയാ, മെയിൻലി ബേസിക്കലി മെലഡിക് സൈഡ്സ് മെലഡി ഓറിയന്റഡ് സോങ് ആണെങ്കിൽ എന്റെ ഒബ്വിയസ്ലി ഏരിയ ആണ്. നേഹയുടെ ഏരിയയാണ്. മറ്റേ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എന്താ ബാക്കിംഗ് അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ് രണ്ടുപേരും ഒന്നിച്ച് ചെയ്യുന്ന സംഭവമാണ്. അഗൈൻ ഇറ്റ് ഡിപെൻഡ്സ് ഫ്രം സോങ് ടു സോങ്, മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോ അപ്പോൾ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ഇപ്പോൾ ഇന്ത്യ സോങ്സ് അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ഫിലിം പ്രോജക്റ്റ് വരുമ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യോ ഇത് ഇന്നത് ചെയ്യാം ഇതിങ്ങനെ ചെയ്യാം അങ്ങനെ ഒരു ഇല്ല, ആക്ച്വലി അങ്ങനെ ഒരു എന്താ പറയാ പ്രീ പ്ലാനിങ് ഒന്നും ഇല്ല. അതൊരു അങ്ങനെ ആ സമയത്ത് ആ മൂഡിൽ വരുന്ന സാധനമാണ് നമ്മള് ചിലപ്പോൾ അതായിരിക്കില്ല, അത് പല ഓപ്ഷൻസ് കഴിഞ്ഞിട്ട് പക്ഷെ എന്തായാലും ഇരുന്നിട്ടാണ് തീരുമാനിക്കുന്നത്. അതിന് മുമ്പേ ആലോചിക്കാറില്ല. പിന്നെ ഒരു മ്യൂസിക് വരണമെങ്കിൽ ഒരു ട്രാക്ക് വരണമെങ്കിൽ ഒരാളാണെങ്കിൽ അയാളുടെ മനസ്സിൽ വരുന്ന ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് അങ്ങനെയാണല്ലോ വരുന്നത്. ഈ രണ്ടുപേരുടെ സിങ്ക് കണ്ടെത്താൻ കുറെ ടൈം ടൈം എടുക്കാറുണ്ട്. അതെ. ഇപ്പൊ കുറച്ചുകൂടി സിങ്ക് ഓൾറെഡി നമുക്ക് അറിയാം. ആദ്യം കൺഫ്യൂസിങ് ആയിരുന്നു, ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം ഇവന് വർക്കാവില്ല, അല്ലെങ്കിൽ തിരിച്ച്, പക്ഷെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവൻ ചെയ്യുന്ന സംഭവം അത്രയും, പിന്നെ അതിൽ സ്റ്റക്ക് ആവും നമ്മള്. പിന്നെ ഓബിയസ്ലി ആർഗ്യുമെന്റ്സ് ആൻഡ് ബ്രെയിൻ സ്റ്റോമിങ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഒരു പോയിന്റിൽ നമ്മൾ എത്തും, ഒരു കോമൺ പോയിന്റ് ഉണ്ട് വേർ വി ഫീൽ ലൈക്ക് ഓക്കെ ഇതാണ് വർക്ക് ആവുന്നത്. ഇപ്പൊ അങ്ങനെ സിങ്ക് ഔട്ട് കുറവാണ്. ഇപ്പൊ കുറച്ചുകൂടി വി നോ ഈച്ച് അതേഴ്സ് എന്തായിരിക്കും പേസ് അറിയാം. അല്ല നമ്മുടെയും മാത്രമല്ല, എനിക്ക് തോന്നുന്നു യാ കുറച്ചുകൂടെ എന്താ പാട്ടുണ്ടാക്കി എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കുറച്ചുകൂടി ആയതുകൊണ്ട്. നിങ്ങളുടെ ലൈഫിലുള്ള ഈ മ്യൂസിക്കിന്റെ ഒരു ലെയർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും രീതിയിൽ? ഹെൽപ്പ് ചെയ്തായിരുന്നോ? ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇപ്പം അതായത് നിങ്ങൾ ഉണ്ടാക്കുന്നത് പാട്ടുകളാണ്, നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും മ്യൂസിക് ഉണ്ട്, എപ്പോഴും ഹാപ്പനിങ് ആണ്, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ചിന്തിച്ചിട്ടില്ല അത്രയും. ആലോചിച്ചിട്ടില്ല, പക്ഷെ ഒബ്വിയസ്ലി ഉണ്ടായിരിക്കും. പാർട്ട് ഓഫ് അവർ ലൈഫ്. അങ്ങനെ എന്താ പറയാ, ദാറ്റ് ഈസ് ദ ഓൺലി വേ വി നോ ഹൗ ടു ബി. അതെ, മറ്റേ സൈഡ് കണ്ടിട്ടില്ലല്ലോ, അപ്പൊ അതും കൂടെ അറിഞ്ഞാൽ മാത്രമേ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഹെൽപ്പ് ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ സ്മൂത്ത് ആണ്. നമ്മളിപ്പോ ഇപ്പൊ നമ്മുടെ വർക്ക് റിലേഷൻഷിപ്പും അങ്ങനെ തന്നെയാണ്. കുറച്ച് ഞാൻ പറഞ്ഞ പോലെ സിങ്ക് എവിടെയോ നമ്മള് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ആ സിങ്ക് തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിലും പിന്നെ വീട്ടിൽ തന്നെയാണ് സ്റ്റുഡിയോ, അപ്പം അതിനൊരു സെപ്പറേഷൻ ഇല്ല വർക്കും ലൈഫും തമ്മിൽ, അത് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഇപ്പം സിനിമയിലെ പാട്ട് എന്ന് പറയുകയാണെങ്കിൽ റൈറ്റർക്കൊരു മ്യൂസിക് ഐഡിയ ഉണ്ടാവും, അതിൻ്റെ ഡയറക്ടർക്ക് ഉണ്ടാവും, പ്രൊഡ്യൂസറിന് വർക്ക് ആവുന്ന ബിസിനസ് വൈസ് ഇഷ്ടപ്പെട്ട പാട്ടുകളുണ്ടാവും. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു കമ്പോസറോടാണല്ലോ. എങ്ങനെ നിങ്ങൾ രണ്ടുപേരോടാണോ കേൾക്കാനിരിക്കുന്നതും അവരുടെ ഐഡിയാസ് കേൾക്കുന്നതും റെസ്പോണ്ട് ചെയ്യുന്നതും ഒക്കെ? അവിടെയും വേറൊരു സിങ്ക് വേണമല്ലോ.
അതെ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഒരാള് കേൾക്കുന്നതിനേക്കാളും രണ്ടുപേര് കേൾക്കുമ്പം ആ ഇന്റർപ്രിട്ടേഷൻ അവർ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയാ മനസ്സിലായത്, എനിക്ക് എങ്ങനെയാ മനസ്സിലായത് എന്നുള്ളൊരു രണ്ട് ആംഗിള് കിട്ടാറുണ്ട്. അങ്ങനെ ഒരു അത് നിങ്ങൾ ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് അവർ ഉദ്ദേശിച്ചതായിരിക്കും അങ്ങനെ. അപ്പൊ നമുക്ക് രണ്ട് സൈഡ് അങ്ങനെ ഒരു അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. രണ്ടുപേര് കേൾക്കുമ്പോൾ രണ്ട് പെർസ്പെക്റ്റീവ് കിട്ടാറുണ്ട് അങ്ങനെ യൂഷ്വലി. അപ്പൊ അത് അങ്ങനെ തന്നെ. പിന്നെ എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇത് നമ്മളെപ്പോഴും വിചാരിക്കുന്നത് നമ്മളൊരു പാട്ടിനെ എങ്ങനെയാണ് ഒരു പുതിയ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ബട്ട് അതിൻ്റെ ഒരു വേറെ സൈഡ് എന്ന് വെച്ചാൽ ഡയറക്ടറും പ്രൊഡ്യൂസറും ഹാസ് ടു ബി ഈക്വലി റിസെപ്റ്റീവ് ടു ദാറ്റ് ഐഡിയ. അപ്പം അങ്ങനെ അത് വെരി റെയർ കേസസിലാണ് സംഭവിക്കുന്നത്. നമ്മുടെ മനസ്സിലുള്ള സാധനം അവരും കൂടി അക്സെപ്റ്റ് ചെയ്യുന്നു, പിന്നെ അത് റിലീസാവുന്നു. അതൊരു റെയറായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. യൂഷ്വലി നമ്മുടെ മനസ്സിൽ കുറേ ഐഡിയാസ് ഉണ്ടാകും, അത് ചെയ്ത് വരുമ്പോൾ അവർ പറയും അതല്ല വർക്ക് ആവുന്നത്. വിൽ ഹാവ് ടു കം ഡൗൺ അല്ല കം ടു ദെയർ പെർസ്പെക്റ്റീവ്. കാരണം അവരുടെ വിഷൻ ആണല്ലോ സിനിമ, അവർക്കാണല്ലോ അതിനെപ്പറ്റി കുറച്ചുകൂടെ അറിയാന്ന്. അപ്പൊ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് പോലും ഇല്ല. ഷൂട്ടിങ് കഴിഞ്ഞ് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ആ പ്രശ്നമില്ല, കാരണം നമുക്ക് വിഷ്വൽസ് ഉണ്ട്, നമുക്കറിയാം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ സോങ് ഡിസ്കഷനിലാകുമ്പം അവരുടെ മനസ്സിലുണ്ട്, പക്ഷെ അത് അവർക്കാണ് കറക്റ്റായിട്ട് അറിയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഇപ്പൊ എനിക്കൊന്ന് ഈ അടുത്ത കാലത്ത് നമ്മൾ അടുത്ത കാലത്ത് ഇപ്പൊ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പ് ഭയങ്കര ഈ റെഫറൻസ് തരുന്ന സംഭവം ഉണ്ടായിരുന്നു എല്ലാത്തിനും. ഐ മീൻ നമ്മുടെ മ്യൂസിക്കിന് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും ഈ റെഫറൻസ് പറഞ്ഞ സംഭവം കൊടുക്കും. അപ്പൊ അത് ബേസ്ഡ് ആയിട്ട് നമ്മൾ ഓബിയസ്ലി ചിന്തിക്കുമ്പോ പുതിയ ഒരു സംഭവം ബ്ലോക്ക് ആവാറുണ്ടായിരുന്നു. ഇപ്പൊ ഈയിടെ ഐ തിങ്ക് പാസ്റ്റ് 4-5 ഇയേഴ്സില് കൊറോണയ്ക്ക് ശേഷമുള്ള എല്ലാരും പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള സംഭവം ഉണ്ട്. അത് അടിപൊളിയാണ്. അതിന്റെ ഗുണമുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ ഇടയ്ക്ക് മലയാളമാണ് ഏറ്റവും പുതിയ സാധനങ്ങൾ കൊടുക്കുന്നത്. ഇയോബിന്റെ പുസ്തകം കഴിഞ്ഞിട്ട് പിന്നീട് കുറേ സിനിമകൾ നിങ്ങൾ പാട്ടായിരുന്നു, പക്ഷെ കമ്പോസേഴ്സ് എന്നുള്ള രീതിയിലല്ലാതെ പാട്ടായിരുന്നു. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനെയായിരുന്നു മെയിൻലി. ആക്ച്വലി പിന്നെ സിനിമകൾ തന്നെ പാട്ടുകൾ കുറഞ്ഞു തുടങ്ങി സിനിമയില്. പിന്നെ ഇപ്പൊ ഈയിടെയാണ് വീണ്ടും ഒരു 5-6 പാട്ടുകളുള്ള ആൽബം ഒക്കെ വന്നു തുടങ്ങിയത്. ആ ഒരു ഫേസിൽ പെട്ടെന്ന് പാട്ടുകൾ ഉണ്ടാകുന്നത് എന്തൊരു മോശമായ സംഭവം എന്താ ആയിരുന്നു വെച്ചാൽ, അങ്ങനെ ഫിൽമി ആക്കണ്ട, ഓൺലി ഇഫ് ദ സ്റ്റോറി ഡിമാൻഡ്സ് പാട്ട് മതി, അങ്ങനത്തെ ഒരു ഫേസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ സമയത്തായിരുന്നു ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് പോയൊരു. നൗ ഇഫ് ദ മൂവി ഹാസ് ടു സെൽ, അതിന് പാട്ടുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു 5 പാട്ട് 4 പാട്ടൊക്കെ മിനിമം എന്നുള്ള ആദ്യമേ പ്ലാനിലേക്ക് വന്നിരിക്കുകയാണ്. ആ സമയത്ത് നേഹയുടെ പലയിടത്തെയും ഒരു ഈ ഹമ്മിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രസൻസ് ഉണ്ട്. ഇപ്പൊ മായാനദിയുടെ ഉൾപ്പെടെ സാന്നിധ്യം. പക്ഷെ ആ പ്രസൻസ് പലരും ഇത് നേഹയാണെന്ന് പലർക്കും അറിയില്ലായിരുന്നു. മായാനദിയിലെ ഹമ്മിങ് അത് റെക്സായിട്ട് വെറുതെ പറഞ്ഞതാ, ഇങ്ങനെ രണ്ടുപേരും ഹമ്മിങ് പാടണം. പിന്നെ ഓബിയസ്ലി അതിന്റെ സിറ്റുവേഷൻ പറഞ്ഞായിരുന്നു. അത് എൻ്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തൊരു ഐഡിയ അയച്ചു, അത് അവർക്ക് ഇഷ്ടമായി. പക്ഷെ അത് ഷഹബാസ് അമൻ ഭയങ്കര ഒരു സംഭവമാക്കി. പുള്ളിക്ക് എന്തോ ഭയങ്കരമായിട്ട് ആ ഹമ്മിങ് എന്തോ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ തോന്നുന്നു. അപ്പൊ അങ്ങനെ സാന്നിധ്യം ചുമ്മാ കേട്ടല്ലോ. പിന്നെ അതിന് ബാക്കി വരികൾ ഈ പ്രേമിക്കുമ്പോൾ ഉൾപ്പെടെയുള്ള നേഹയുടെ ഈ നേഹയുടെ വോക്കലിന് അതിനൊരു ഐഡന്റിറ്റി എല്ലാ മ്യൂസീഷ്യൻസും കാണുന്നതാണ്. അത് കേൾക്കുമ്പോൾ മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ ആക്സന് അതിൽ കാണുന്നൊരു ഒബ്സർവേഷൻ എന്താ? ഒബ്സർവേഷൻ ഒരു പ്രത്യേക റേഞ്ചിനകത്ത്
ബേസിക്കലി ഹി ഡസന്റ് ലൈക്ക് ആ റേഞ്ച്. എൻ്റെ ആ ഒരു സ്വീറ്റും ഭയങ്കര അല്ല വേറൊരു ഒരു ശ്രീലി ടൈപ്പ് റേഞ്ച് ആണ് എൻ്റെ. അതിനേക്കാളും ഇഷ്ടം എനിക്ക് മറ്റേ ലോയില് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മാനയിലൊക്കെ പാടുന്ന അങ്ങനത്തെ കുറച്ചുകൂടി ഓപ്പൺ ത്രോട്ടഡ് ആണ് ഇവന് കുറച്ചുകൂടി ആ ഇഷ്ടം. ടോണാണ് കുറച്ചുകൂടെ എനിക്ക് സ്റ്റേജിൽ പാടുന്ന സ്റ്റേജിൽ പാടുന്ന പോലത്തെ. കാരണം അത് കേട്ടാണ് ലൈവ് ആണല്ലോ നമ്മൾ ആദ്യം മീറ്റ് ചെയ്ത് പിന്നെയാണ് ഈ പൊതുവെ തന്നെ ഒരു പാട്ടുകാരായിട്ട് പുള്ളി അങ്ങനെ അധികം മാർക്കൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഭാഗ്യത്തിന് കുറച്ച് കമ്പോസിംഗ് ഒക്കെ അറിയാന്നുണ്ട് നമ്മൾ തട്ടിമുട്ടി പോകുന്നു. നേരത്തെ ചോദിച്ചില്ലേ സിംഗിന്റെ കാര്യം, പേഴ്സണൽ. ആണോ പാട്ടുകാരിയായിട്ട്? നോ, ഹി ആക്ച്വലി ഹേറ്റ്സ് മൈ സിംഗിങ്. എന്നെ പാട്ട് പാടാനേ സമ്മതിക്കത്തില്ല. വണ്ടിയിൽ പോകുമ്പോ, വണ്ടിയിലെ റേഡിയോയിൽ ഒരു പാട്ട് പ്ലേ ചെയ്യുമ്പോ ഒബ്വിയസ്ലി നാച്ചുറൽ എന്റെ ഇൻസ്റ്റിങ്ക്റ്റ് ഇസ് ടു ഹം. അപ്പൊ തന്നെ ദേഷ്യപ്പെടും. ആക്ച്വലി ഇഷ്ടമല്ലാത്തോണ്ടാണ്, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ശബ്ദം, എന്നും കേൾക്കുന്ന ശബ്ദം അങ്ങനെ ആവാം. അതെ, ആക്സിഡന്റ് അടുത്ത് ചോദിക്കണം ആരൊക്കെ ഏതൊക്കെ ഫീമെയിൽ സിംഗേഴ്സിനാണ് ഇഷ്ടം. എനിക്ക് ആക്ച്വലി ഒന്ന് അറിയണമെന്നുണ്ട്. ഈ പരിചയമുള്ള കമ്പോസേഴ്സിന്റെ കൂടെ ഇരിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ അവർക്ക് കിട്ടാത്തത് നല്ല വോക്കലാണ്. ഭയങ്കര ഐഡന്റിറ്റി ഉള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വോക്കൽ. നേഹയുടെ ആക്ച്വലി വേറെ ഐഡന്റിറ്റി ഉള്ള വോയിസ് ആണെന്ന് എല്ലാവരും. അല്ല അതാണ് ഞാൻ പറയാം, ആ ടൈപ്പ് ഓഫ് ആ റേഞ്ചിലാണ് ആക്ച്വലി നല്ലത്. എനിക്ക് തോന്നുന്നു ഐഡന്റിറ്റി കാട്ടിലും എൻ്റെ ടൈപ്പ് ഓഫ് വോയിസ് കുറച്ച് വേഴ്സറ്റൈലാണ്. കുറേ ഏരിയസിൽ എന്താ പറയുക ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന വോയിസ് ആണ്. പക്ഷെ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ അത് ഒരു ഈ ഐഡന്റിറ്റി ഇല്ലായ്മയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അല്ല, ലൈക്ക് സം പീപ്പിൾ ലൈക്ക് ആർ നോൺ ബൈ ദ വോയിസസ്, നോ, ലൈക്ക് ഡെലേർ മെഹന്തി ഒരു എക്സാമ്പിൾ പറയാം. പക്ഷെ എനിക്ക് ഞാൻ പല വേറെ പാട്ടിൽ ഇപ്പൊ മാനയില് പാടിയ കുറെ പേർക്ക് അറിയില്ലായിരുന്നു ഞാനാണ് ആ പാട്ട് പാടിയത്. പ്രേമിക്കുമ്പോൾ പാടിയ കുട്ടിയാണ് ഇത് പാടി, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ബട്ട് ദ ഗുഡ് സൈഡ് ഇസ് വേഴ്സിറ്റാലിറ്റി ഉണ്ട്. അപ്പൊ ഇറ്റ് ഹെൽപ്സ് ലൈവിനൊക്കെ പാടുമ്പോ. എല്ലാ ജോണറും ചെറുതായിട്ട് ഇപ്പം ക്ലാസിക്കൽ പാടുമ്പോഴും അങ്ങനെ ഒരു സാധനമുണ്ട്. ഇംഗ്ലീഷ് പാടുമ്പോൾ ഒരു ചെറിയ ഡിഫറെന്റ്, എല്ലാം ഡിഫറെന്റ്. ഓരോ സ്കെയിലിൽ പാടുമ്പോൾ തന്നെ ഡിഫറെന്റ് ആണ് എന്റെ ശബ്ദം. അങ്ങനെ തിരിച്ച് ആക്സന്റ് ആണെങ്കിൽ ശബ്ദമില്ല പാടില്ലല്ലോ, പാടില്ലെന്നാണ് നമുക്കറിയുന്നത്. അല്ല, ആസ് എ മ്യൂസീഷ്യൻ ആദ്യം പരിചയപ്പെട്ട ഒരു ആക്സന്റ് അന്ന് ട്രാവൽ ചെയ്ത് നിങ്ങൾ ഇത്രയും കാലം വന്നു കഴിഞ്ഞപ്പം അതിലുണ്ടായ ഒരു ഒബ്സർവേഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നതൊക്കെ ഒബ്വിയസ്ലി നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന പാർട്ട്നേഴ്സ് ആണ്. മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഗ്രോത്തിനെ എങ്ങനെയാണ് കാണുന്നത്? ആക്ച്വലി ഞാനിപ്പോൾ വന്നത് ഭയങ്കര ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ. ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ക്ലാസിക്കൽ പഴയ സിനിമ പാട്ടുകളും ക്ലാസിക്കൽ മ്യൂസിക് ആയിരുന്നു എൻ്റെ ജോണർ ഓഫ് ലിസ്ണിങ്. എനിക്ക് അങ്ങനെ ഒരുപാട് ഇംഗ്ലീഷ് സോങ്സ് ഇഷ്ടമല്ലായിരുന്നു, അത് കേൾക്കാനും ശ്രമിക്കത്തില്ല, ഓബ്വിയസ്ലി അങ്ങനെ ആയിരുന്നു. ആൻഡ് ഹി കെയിം ഫ്രം കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ്, ഭയങ്കര വേൾഡ് മ്യൂസിക്കിലോട്ട് എന്താ പറയാ വൈഡൻഡ് ലിസ്ണിങ്. ഇംഗ്ലീഷ് ബോണിയം അബ്ബായിരുന്നു ചെറുപ്പത്തില്, അതൊക്കെയാണ് ഓർമ്മ. മലയാളം പാട്ട് ഇപ്പം മലയാളം പാട്ട് പഴയ പാട്ടുകൾ ഹിന്ദി തമിഴ് മലയാളം ആണെങ്കിൽ ഭയങ്കര കുറവാണ്. ഇപ്പം എന്റെ വീട്ടിലായിരുന്നാലും അച്ഛൻ മറ്റേ ബോണിയം ഹബ്ബ അങ്ങനത്തെ സാധനങ്ങളായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ ആ ഒരു ഇങ്ങോട്ട് വന്ന് ഇപ്പം മീറ്റ് ചെയ്തപ്പോ കറക്റ്റ് ഒരു കസ്പിലാണ് മീറ്റ് ചെയ്തത്. എനിക്ക് ആ സൈഡ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ടുഗദർ ആർ ലിസ്ണിംഗ് ആക്ച്വലി കുറച്ചുകൂടി ഇവോൾവ് ആയി. എന്തോ ആ സമയത്ത് ഓപ്പർച്യൂണിറ്റീസും കറക്റ്റ് ആയിട്ട് വന്നു, വേറെ നമുക്ക് അത് എന്താ പറയാ വി കുഡ് പുട്ട് ഇറ്റ് ഇൻടു യൂസ്. അപ്പൊ അങ്ങനെ ആർ ഗ്രോത്ത് ആസ് മ്യൂസിഷ്യൻ സംവെയർ ഇറ്റ് വാസ് ടുഗദർ എനിക്ക് തോന്നുന്നു. ഈ രണ്ട് ഓപ്പോസിറ്റ്സ് വന്ന് അത് പുതിയതായിരുന്നു എനിക്ക് ആ സാധനം. അങ്ങനെ അതിന് കുറെ പഠിക്കാൻ പറ്റി നമ്മുടെ ക്ലാസിക്കലായാലും ഈ സാധനങ്ങളിലും. അപ്പം അങ്ങനെ അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ്. എന്തൊക്കെ പറഞ്ഞാലും കമ്പോസ് ചെയ്യാൻ ഭയങ്കര നമുക്ക് എളുപ്പം മാത്രമല്ല, ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് when you can jam with an instrumentalist. അല്ലാതെ തന്നെത്താനും വെറുതെ ഇരുന്ന ഓഫ്കോഴ്സ് ഒരു ട്യൂൺ ഉണ്ടാക്കാം, പക്ഷെ അതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. എന്താ പറയാ, പുതുമ വരാൻ ചിലപ്പോ പാടായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ് വാസ് കൂൾ ദാറ്റ് വി കുഡ് ലൈക്ക് ദിസ് കോംബോ വർക്ക്സ് ബിക്കോസ് ഇവൻ ഞാനിപ്പോ ചെയ്യുന്ന ട്യൂണിന് ഇവൻ ഒരു കോഡ് വായിക്കുമ്പോൾ എന്തെങ്കിലും മാജിക് ക്രിയേറ്റ് ആവുന്നുണ്ടോ എന്ന് കിട്ടുന്നത് ഈ ഒരു
കൊലാബറേഷനിലാണ് ഇൻസ്ട്രുമെന്റലിസ്റ്റ് ആൻഡ് നമ്മൾ അവസാന സ്റ്റേജ് വരെ വെയിറ്റ് ചെയ്യണ്ട, അതിന്റെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഈ കുറച്ച് ഐഡിയ കിട്ടും ഇത് അവസാനം എങ്ങനെ ഇരിക്കും എന്നുള്ള സാധനം. അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഫുൾ പ്രൊഡക്ഷൻ പ്രോഗ്രാമിങ് കഴിഞ്ഞ് അപ്പോഴേ നമുക്ക് അതിന്റെ ഫൈനൽ പ്രോഡക്റ്റ്. ഇതിപ്പോ ആദ്യം തന്നെ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം, അത് വർക്ക് ആവുന്നില്ലെങ്കിൽ അപ്പൊ തന്നെ വിടാം. അങ്ങനെ ഫസ്റ്റ് ചെയ്ത ഫീച്ചർ ഫിലിം അല്ല ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമിൽ തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ഒരു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അത് കോൺഫിഡൻസ് അല്ല, ഷോക്കിംഗ് ആയിപ്പോയി. ബിക്കോസ് യുവന പുസ്തകം കഴിഞ്ഞു ആൻഡ് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് സ്റ്റേറ്റ് അവാർഡിന്റെ അനൗൺസ്മെന്റ് വരുന്നത്. ആ സമയത്ത് നമ്മൾ ഓൾറെഡി സിനിമ വിട്ടു, ഒരു സിനിമ കഴിഞ്ഞു, അത് തന്നെ 1.5-2 വർഷം എടുത്ത് ചെയ്ത സിനിമ ആയതുകൊണ്ട് ഭയങ്കര ടാക്സിങ് ആയിരുന്നു. ആൻഡ് വി വാണ്ടഡ് ടു കം ബാക്ക് ആൻഡ് ഡു സം ലൈവ്. 2 years ലൈവ് മിസ് ആയി പോയി, ലൈവ് കട്ട് ഓഫ് ആയി പോയി. അപ്പൊ നമുക്ക് തിരിച്ച് അതിലേക്ക് വരണം എന്ന് അത് തന്നെയായിരുന്നു നമ്മുടെ പാഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ച് ലൈവിലോട്ട് പോയി. ഐ റിമെമ്പർ ആ സമയത്ത് നമ്മള് ബാംഗ്ലൂരിലായിരുന്നു. വിദ്വാൻ ഹാഡ് എ ഗിഗ് അറ്റ് ഇൻഡിഗോ പബ് സംതിങ് കോരമംഗലയില്. ആ പരിപാടി കഴിഞ്ഞു. അടുത്ത ദിവസം നമ്മള് ബസ് ബോർഡ് ചെയ്യാൻ പോവാ രാത്രിയിലത്തെ. ആ ഈവനിങ് ആണ് പെട്ടെന്ന് കോൾസ് വന്ന് ഇങ്ങനെ മറ്റേ TV-യിൽ അനൗൺസ് ചെയ്ത സംഭവം കണ്ടത്. എന്താ പറയുക, ഭയങ്കര വാലിഡേഷൻ ആയിട്ട് തോന്നി ആ സമയത്ത്. ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ, അത്രയും ഹാർഡ് വർക്ക് എടുത്തതിൻ്റെ ഒരിക്കലും എക്സ്പെക്റ്റേ ചെയ്തില്ല. ബട്ട് പിന്നെ നമുക്കും അപ്പോഴാണ് മനസ്സിലായത് നമ്മളെ കൊണ്ട് ഇത് പറ്റും. പിന്നെ ബാക്കി സിനിമകളുടെ ഒരു കൊളാബറേഷൻ കഴിഞ്ഞിട്ട് ശ്യാം സാറിന്റെ എ സൺഡേയില് ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ മോള് തന്നെയാണ് അത് പാടിയത്, ശിവകാമി. അത് കഴിഞ്ഞിട്ട് ചെയ്ത സിനിമകളിൽ ഈ ചിരമഭയമാണ്. അതെ, അത് ഇങ്ങനെ എന്താ പറയാ, നമ്മളെന്തോ യൂഷ്വലി നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു വെസ്റ്റേൺ ബേസ്ഡ് ഒരു സംഭവം വരും. പക്ഷെ ഇതില് നമ്മൾ അത് മാറ്റി ഒരു രാഗ ബേസ്ഡ് സാധനം ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഈ ചിരമഭയമി ചെയ്തത്. ഇതില് രാഗമൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് എപ്പോഴും ആക്ച്വലി അങ്ങനെ ഇല്ല. വി ഡോണ്ട് ഒരു രാഗം എടുത്തിട്ട് അങ്ങനെ ചെയ്യണം എന്നില്ല. പക്ഷെ ഓബിയസ്ലി എവറി എനിക്ക് ആ സൈഡ് അറിയേയില്ല. അപ്പം എന്തായാലും അങ്ങനെ എന്തെങ്കിലും ഐഡിയ, പക്ഷെ നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യാറില്ല. ഒരെണ്ണത്തിൽ തുടങ്ങി കഴിയുമ്പോ എന്തോ ഏകദേശം ഒരു മൂഡ് നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ ആർക്കറിയാമല്ലേ പാട്ട് നിങ്ങളുടെ എന്നും നിങ്ങളുടെ ഒരു ലൈഫിലെ ഒരു ഭയങ്കര. അതെ അതെ 100%. അത് കേട്ടാലോ. ചിരമഭയമേ ഭവനം ഭവനം ഭുവനഹൃദയം അലിയും സകലം ആരാരിലും ഏതോരിലും പുകയും മതിൽ സ്മൃതിയാം കരേ അകലങ്ങളിൽ അലയുമ്പോഴും അതു സാന്ത്വനം. ചിരമഭയമേ ഭവനം ഭവനം ഭുവനഹൃദയം ഹൃദയം അൻവർ അലിയുടെ അടിപൊളി ലിറിക്സ് ആണ്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഒന്നിച്ച് ചെയ്യുമ്പം നോർമലി മനുഷ്യരാണ്, പാർട്ട്നേഴ്സാണ്, കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ക്രിയേറ്റീവ്ലി കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ക്രിയേറ്റീവ്ലി കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്ന മാത്രമല്ല, ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് എല്ലാ റിലേഷൻഷിപ്പും പോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. അപ്പോഴായിരിക്കും ഒരു പാട്ട് ചിലപ്പോൾ വരുന്നത്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിനെ ഇത് എങ്ങനെ മാനേജ് ചെയ്തു? അങ്ങനെ സോളോ ഫീമെയിൽ കമ്പോസർ ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ കുറച്ച് പാടാണ്. ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ് ഇവനും ഞാനും. ആൻഡ് അറ്റ് ദ സെയിം ടൈം രണ്ടുപേരും ഇമ്മീഡിയറ്റ്ലി കൂൾ ഡൗൺ ആവും. ആൻഡ് ഇഫ് ദർ ഇസ് എ സോങ്, സപ്പോസ് ഈ അടിയുടെ ഇടയിൽ ഒരു പാട്ട് ഉണ്ടാക്കണം, അങ്ങനെ എന്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നോൺ സ്റ്റോപ്പ് കരയും, ഒരു പാട്ട് ഇഷ്ടമല്ലെങ്കിൽ. അങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പാട്ട് ഹിറ്റാവില്ല.
ഞാൻ തേടും പൊൻതാരം കൺമുൻ ഞാൻ തേടും പൊൻതാരം കൺമുന്നിൽ വന്നാൽ തോളിൽ കൈ